ഒരു ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാം. അതും നമ്മുടെ ഇഡലി തട്ടിൽ വെച്ച്. മുട്ടയില്ലാത്ത ചോക്ലേറ്റ് കേക്കാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം ഈ ഇഡലി കുട്ടു ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇത് ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഉപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ മഗ് ഉപയോഗിച്ചാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മുട്ടയില്ലാത്ത കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മൈദ വേണം. ഒരു 4 ടേബിൾ സ്പൂൺ മൈദ എടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇടാം. ഒരു ലൈറ്റ് കളർ മതിയെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. ഒരു പിഞ്ച് ഉപ്പും 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറും വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നമുക്ക് മൊത്തത്തിൽ വേണ്ടത് 3 ടേബിൾ സ്പൂൺ തൈരും അതുപോലെ 2 ടേബിൾ സ്പൂൺ പാലുമാണ് മൊത്തത്തിൽ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 3 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ പാല്, ഇത്രയും ഒഴിച്ച് നിങ്ങൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായി. അതും ബീറ്ററും ഒന്നുമില്ലാതെ തന്നെയാണ് നമ്മൾ ഈ കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറാക്കിയെടുത്തത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി മറ്റേ മഗ്ഗിലും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന ഇഡലിത്തട്ടിലേക്ക് വെച്ച് 25 മിനിറ്റ് ബേക്ക് ചെയ്യാം. ഞാനൊരു 25 മിനിറ്റ് വെച്ച് ബേക്കായി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് തോനെ ഒഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങി വന്നത്. ഇതിൽ നമ്മൾ ബാലൻസ് മാത്രം ഒഴിച്ചോളൂ, അതാണ് ഒരെണ്ണത്തിൽ കുറച്ച് ആയത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ചെറീസും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടയില്ലാത്ത ബീറ്ററില്ലാതെ തന്നെ നമ്മൾ ഇവിടെ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.